ഞെട്ടിച്ച ചിത്രപ്രിയ കൊലക്കേസ് ഇപ്പോൾ എവിടെയും എത്താതെ അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്ത് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമാണ് ഇനി മുന്നോട്ട് കേസ് എങ്ങനെ പോകണം തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മെയിൻ സ്ട്രീം മീഡിയകൾ പലരും പുറത്തുവിട്ട CCTV ദൃശ്യങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ചിത്രപ്രിയ അലന്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്ന ദൃശ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് മുൻപ് ചിത്രപ്രിയയുടെ കുടുംബത്തിൽ നിന്നും ചില ആളുകൾ വന്നിട്ട് ഫേസ്ബുക്കിലും മറ്റും ലൈവ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അത് ചിത്രപ്രിയയല്ല, അത് ആ ഒരു CCTVയിലുള്ളത് ആ കുട്ടിയല്ല എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കേസിന്? ഇപ്പോൾ ഈ പറഞ്ഞ CCTV വിഷ്വല്, ഒന്നാമത്തെ കാര്യം, ആദ്യം ഈ CCTV വിഷ്വല് റിക്കവർ ചെയ്യുന്നത് പോലീസോ മീഡിയയോ അല്ല. ഈ കുട്ടിയെ തപ്പി നടന്ന പാരന്റ്സും റിലേറ്റീവ്സും ആണ് പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് ഈ CCTV റിക്കവർ ചെയ്യുന്നത്. അവര് നോക്കുമ്പോൾ രണ്ട് പിള്ളേർ പോകുന്നു, അത് നമ്മുടെ കുട്ടിയല്ല എന്ന് അവർക്ക് അറിയാം. കാരണം ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെ ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് എത്ര അവ്യക്തമായ നൈറ്റ് വിഷ്വൽ ആണെങ്കിലും നമുക്ക് വീട്ടിലുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് അവരുടെ കുട്ടിയല്ല എന്നുള്ളത് അവര് തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ അത് അവർ ഉപേക്ഷിച്ചു. പക്ഷെ പോലീസും മീഡിയയും അത് പിന്നീട് ഏറ്റെടുക്കുന്നു. ചിത്രപ്രിയാണെന്ന് വരുത്തി തീർക്കുകയാണ്. 4 ദിവസം ഈ കുട്ടിയെ കണ്ടെത്താൻ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല. 4 ദിവസം. അത് അതിനുശേഷം കണ്ടെത്തുന്നതും വീട്ടുകാർ തന്നെ എന്നുള്ളതാണ്. വീട്ടുകാര് തന്നെയാണ് ആ ബോഡി കണ്ടെത്തുന്നത്. അതും വീട്ടിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ അപ്പുറത്ത്, ഒന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഒരു സ്ഥലത്ത്, അത് ഒരു തുറസായ ഒരു സ്ഥലമാണ്. അവിടെ ആൾക്കാർ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്, എന്നാലും ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട്. അവിടെയാണ് ഈ കുട്ടിയുടെ ബോഡി കണ്ടെത്തുന്നത്. ഈ 4 ദിവസം ഈ അലൻ എന്ന വ്യക്തിയെ, ഇപ്പൊ വീട്ടുകാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ആൺസുഹൃത്ത് അലൻ എന്ന് പറഞ്ഞ ആളെ പോലീസ് കൊണ്ട് നടന്ന ഇത് ചെയ്യുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. കൊച്ചെവിടെയെന്ന് നോക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ കുട്ടിയെ വോട്ട് ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട്. അതും വീട്ടുകാർ വന്ന് ഈ കുട്ടിയെ വോട്ട് ചെയ്യാൻ കൊണ്ടുപോയി. അപ്പോൾ ഇവര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അവനെ നേരാവണ്ണം ഒന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ, കൊച്ചിനെ എവിടെയാ കൊന്നിട്ടെന്നെങ്കിലും അറിയായിരുന്നല്ലോ. അതെ, ആ ഒരു സമയത്ത് തന്നെ തിരിച്ചറിയാൻ, അതായത് ബൈക്കിന് കൊണ്ടുവന്ന് ഇറക്കി വിട്ടു പോയി എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കാണിച്ച പോലീസിന്റെ ഒരു ബുദ്ധി അല്ലെങ്കിൽ മനസ്സിനാണ് നമ്മൾ പിന്നീട് എല്ലാവരും, ഇപ്പൊ ഈ സമൂഹമാണെങ്കിലും ഈ പോലീസുകാരാണെങ്കിലും പറയുന്നത്, ഈ കുട്ടിക്ക് 18 കഴിഞ്ഞല്ലോ, ആ കുട്ടി എവിടെയെങ്കിലും ഇഷ്ടത്തിന് പോയതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു അലംഭാവം ഇതിലുണ്ടായിട്ടുണ്ട്. അതാണ് ശരിക്കും 4 ദിവസമായിട്ട് ഈ കൊച്ചിനെ കണ്ടെത്താൻ ഇവർക്ക് കഴിയാതെ പോയത്. അവർ പറയുന്ന കാര്യമുണ്ട്, ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞൊരു സാധനമാണ് ഞങ്ങൾക്ക് കിട്ടിയത്, ആ കൊച്ചിന്റെ മുഖം ഒന്ന് കാണാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല എന്ന്. അവർക്ക് മരിച്ചു എന്നുള്ള സത്യാവസ്ഥ അവർ അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷെ അവർക്ക് ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കാണാൻ പറ്റിയില്ല. ഒരു കുടുംബത്തെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മള് ഇപ്പൊ ഈ പോലീസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ഇലക്ഷന്റെ സമയത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ എല്ലാവരും ഇലക്ഷൻ ഡ്യൂട്ടിയും കാര്യങ്ങളുമായിട്ട് തിരക്കിലായിരുന്നു. അവർക്ക് ഒരു വെറും മിസ്സിംഗ് കേസ് ആണെങ്കിൽ അത് ആ വീട്ടുകാർക്ക് അങ്ങനെ ആയിരുന്നില്ല. അവരുടെ വീട്ടിലെ കുഞ്ഞായിരുന്നു. അവര് കഷ്ടപ്പെട്ട് വളർത്തിയ, കഷ്ടപ്പെട്ട് പഠിപ്പിച്ച, ഒരു 10,000 5,000 രൂപയും ചേർത്ത് പരീക്ഷാ ഫീസ് കെട്ടിയ ഒരു സാധാരണ കുഞ്ഞായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവർക്ക് അതല്ല. അവർക്ക് വെറുതെ കമന്റ് ഇടാനും വെറുതെ വിമർശിക്കാനും ഉള്ള ഒരു ഇതാണ്. ഈ ഒരു കമന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഈ ഒരു കുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫേസ്ബുക്ക് ലൈവ് പോയ ആ ഒരു വ്യക്തിയുടെ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന കുറെ കമന്റുകളുണ്ട്. അതായത്, കുട്ടി മരിച്ചു എന്നെങ്കിലും നിങ്ങൾ സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറഞ്ഞ് വളരെയധികം മോശമായി പരിഹാസത്തോടു കൂടിയുള്ള കമന്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കറിയാം അവരുടെ കുഞ്ഞല്ല അത് എന്നുള്ളത്. അവർ അത്രത്തോളം ഉറപ്പിച്ച് പറയുമ്പോൾ പോലും പൊതുജനം അത് അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ പൊതുജനം പറയുന്നത് ഇല്ല, ഇത് ചിത്രപ്രിയ തന്നെയാണ്, അയാളുടെ കൂടെ പോയിരിക്കുന്നത്, ആ ഒരു പുരുഷന്റെ കൂടെ, ആ ഒരു ആൺകുട്ടിയുടെ കൂടെ പോയിരിക്കുന്നത് ചിത്രപ്രിയ തന്നെയാണ്, നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് വരുത്തി തീർക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. ഈ കുട്ടിയെ കാണാതാവുന്നതിന് മുമ്പ് ഇട്ടിരുന്നത് ഒരു 8 എന്ന് എഴുതിയ ഒരു ജേഴ്സിയാണ്, ബ്ലൂ വൈറ്റ് ജേഴ്സിയാണ്. ഈ കുട്ടി അതിനുശേഷം മരിച്ചു കിടന്നതും ഇതേ ഡ്രസ്സിലാണ്. അപ്പോൾ ഇടയ്ക്ക് കണ്ട ഒരു CCTV വിഷ്വലിൽ മാത്രം ആ കുട്ടിയുടെ ഡ്രസ്സ് മാറിയോ? അല്ലെങ്കിൽ പോട്ടെ, ഈ മാധ്യമങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി, അത് പൊതുമധ്യത്തിൽ വന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് പറ്റി, ഈ CCTV വിഷ്വൽ ആ കുട്ടിയുടേതല്ല എന്ന് പറയാൻ എത്ര മാധ്യമങ്ങൾ ഇവിടെ തയ്യാറായി? ഇത്രയും ആൾക്കാരെ, ആ കുടുംബത്തെ, മരിച്ചുപോയൊരു കുട്ടിയെ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോന്ന്. 2 മണിക്ക് ആ കുട്ടി 2 മണിക്ക് പോയി എന്നാ പറയുന്നത്. 2 മണിക്ക് ആ കൊച്ചിനെ പുറത്തു വെച്ച് കണ്ടല്ലോ, എന്തിനാ പുറത്തു പോയതെന്നൊക്കെ. 2 മണിക്ക് സ്ത്രീക്ക് പുറത്തിറങ്ങാൻ പാടില്ലേ? അതെ, സദാചാരത്തിന്റെ ഏറ്റവും പീക്ക് ലെവലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യര് പറയുന്ന ഒരു കാര്യമാണ്, നീ പുറത്തു പോയില്ലേ, നീ 2 മണിക്ക് പുറത്തു പോയില്ലേ, അപ്പൊ നീ പോയവളാണ്, അപ്പൊ നീ എന്തായാലും നിനക്ക് ഇങ്ങനെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ നമ്മുടെ ചുറ്റുമുള്ളത്. എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അസമയം എന്ന് പറയുന്നത് ഏത് സമയമാണ് എന്നുള്ളത് ഓരോ വ്യക്തികളും തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പെൺകുട്ടി പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ളത്. ഈ ഒരു പെൺകുട്ടി, ഈ പറയുന്ന ചിത്രപ്രിയയുടെ കാര്യത്തിലാണെങ്കിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ആ ഒരു സമയത്ത് പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ 2 മണിക്ക് കണ്ട കുട്ടി ഇതല്ല. കാരണം ആ പെൺകുട്ടി വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് തൊട്ടടുത്തുള്ള കടയിൽ പോയി വരാമെന്ന് പറഞ്ഞ് പുറത്തുപോയ പെൺകുട്ടിയാണ് പിന്നീട് കാണാതെയാകുന്നത്. ഈ 2 മണിക്ക് എവിടെയാണ് കട എന്നുള്ളത് മറ്റൊരു സംശയമാണ്. CCTV ദൃശ്യം കൊണ്ട് മാത്രം ഇതിനെ അത് തന്നെയാണെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. 6:30-ക്കോ 7 മണിക്കോ വീട്ടുകാർ അലൻ
നിന്ന് ആളെ വിളിച്ചു നോക്കുന്നുണ്ട്. എടാ എന്റെ കൊച്ചു എന്തിയടാന്ന് ചോദിക്കുമ്പോ 6:30 ഞാൻ അവിടെ ഇറക്കി വിട്ടല്ലോ എന്നാണ് ഇവൻ പറയുന്നത്. അപ്പൊ അപ്പോഴേക്ക് ആ കുട്ടി ഈ പയ്യന്റെ കൂടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം ഇവര് പോലീസിൽ പരാതി കൊടുക്കുന്നു. പോലീസ് വിളിച്ചു നോക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല. പക്ഷേ ഈ ഫോണിന്റെ ലൊക്കേഷൻ ഇങ്ങനെ മാറി മാറി പോകുന്നു. ഒന്നിയിൽ ഇവൻ ഫോണുമായി സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഫോണ് മറ്റ് ദൃശ്യം സ്റ്റൈലിൽ എവിടെയെങ്കിലും എറിഞ്ഞ് വണ്ടി ട്രാവൽ ചെയ്യോ എന്തോ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ എങ്ങോട്ടോ മാറ്റപ്പെട്ടു കഴിഞ്ഞു ഈ കുട്ടിയെ. പക്ഷെ എന്നാലും 4 ദിവസം ഇവനെയും കൊണ്ട് പോലീസ് ഈ നാട് മൊത്തം ചുറ്റുമാണ്. ഈ ഒരു കേസ് ഇത്രയും 4 ദിവസമായി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന സ്വാഭാവികമായ സംശയം, ഇപ്പോൾ എന്റെ എന്നല്ല, ഒരു സാധാരണക്കാരന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ ഈ പറയുന്ന ഈ ഒരു പയ്യൻ പറയുന്നുണ്ട്, തലയ്ക്ക് കല്ലുകൊണ്ട് ഇടിച്ചാണ് ഞാൻ ഇല്ലാതാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ കൊന്നു കളഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് സംശയമായിരുന്നു എന്നൊക്കെ ആദ്യമേ തന്നെ മാധ്യമങ്ങൾ വരുത്തി തീർത്ത് കഴിഞ്ഞു. അതായത് ആ പയ്യന് സംശയം കൊണ്ടായിരുന്നു ആ പെൺകുട്ടിയെ മറ്റൊരു പുരുഷനോടുള്ള അടുപ്പമുണ്ടോ എന്നുള്ള സംശയം കൊണ്ട് ഉപദ്രവിച്ചതാണോ അത് മരണത്തിലേക്ക് നയിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ മദ്യലഹരിയിലായിരുന്നു എന്നും പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ യഥാർത്ഥത്തിൽ ഈ കുട്ടി തന്നെയാണോ, അല്ലെങ്കിൽ അലൻ എന്ന് പറയുന്ന പയ്യൻ തന്നെയാണോ യഥാർത്ഥത്തിൽ കുറ്റവാളി അല്ലെങ്കിൽ തെറ്റ് ചെയ്തത് എന്നുള്ളത് ഇപ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. കാരണം തലയ്ക്ക് മുറിവേറ്റത് കൊണ്ട് മരണപ്പെട്ടു എന്നുള്ളൊരു ആ ഒരു റിപ്പോർട്ട് പുറത്ത് നിൽക്കെ തലയ്ക്ക് അടിച്ചു കൊന്നു എന്ന് പറയുമ്പോഴും അതിനുശേഷം കുടുംബക്കാർ അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ആ പയ്യനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം മേഘ പറഞ്ഞു വീട്ടുകാർ വിളിച്ച് അന്വേഷിച്ചു, അപ്പൊ 6:30 ഇറക്കി വിട്ടു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് എപ്പോഴാണ് ഈ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എപ്പോഴാണ് അങ്ങനെ ഒരു ക്രൂരമായ കൃത്യം നടന്നിട്ടുള്ളത് എന്ന് വലിയൊരു സംശയമാണ്. ഈ പിടിക്കപ്പെട്ട അപ്പോൾ മുതൽ കളവ് മാത്രം പറഞ്ഞൊരു വ്യക്തിയാണ് ഈ അലൻ. അപ്പോൾ ഈ കുട്ടിയെ ആദ്യം പറഞ്ഞത് കുട്ടിയെ ഇറക്കി വിട്ടു എന്നാണ്. അത് കഴിഞ്ഞ് ബോഡി കണ്ടെത്തിയതിനു ശേഷം പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ പുറത്ത് സംഭവിച്ചു പോയതാ, മദ്യലഹരിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അല്ല, അത് കൃത്യമായി ആസൂത്രണം ചെയ്തതാണെന്ന് പിന്നീട് പോലീസ് പറയുന്നുണ്ട്. ഇതില് ആ കുട്ടി എപ്പോഴാണ് മരണപ്പെട്ടതെന്ന് കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ മനസ്സിലാകുള്ളൂ. ഇതിൽ വേറൊരാളുടെ ഇടപെടൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കാരണം CCTV വിഷ്വലിലെ രണ്ടാമത്തെ ബൈക്കിനെ പറ്റി എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ബൈക്ക് പോലും ഇവരുടേതല്ല. അപ്പോൾ അത് കംപ്ലീറ്റ്ലി വേറൊരു ഗ്രൂപ്പിന്റെ, വേറെ കുട്ടികളുടെയാണ്. അതുകൊണ്ട് തന്നെ വേറൊരാളുടെ ഇടപെടൽ ഇതിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടിയെ അവിടെ എത്തിച്ച് ഇപ്പോൾ ഇവൻ പറയുന്നതനുസരിച്ച് ആ കയറ്റം കയറുന്നതിന് തൊട്ട് മുൻപ് ഈ കുട്ടി വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കാലൊരച്ചു റോഡില്. അപ്പോൾ ആ കുട്ടിയെ ഇറക്കി വിട്ടു എന്നാണ് ഇവൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഈ സംഭവം നടന്നത് ഈ കോമ്പൗണ്ടിലായിരിക്കാം. അവൾ ഇറങ്ങി ഓടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇറക്കിയതിനു ശേഷം ഇവളെ പുറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തിയതാകാനാണ് സാധ്യത. അവിടെ മൽപ്പിടുത്തം നടത്തിയ ലക്ഷണങ്ങളുണ്ട്. പക്ഷെ കിടന്നെടുത്ത് അനങ്ങിയിട്ടില്ല ആ കുട്ടി. അപ്പോൾ ഒറ്റയടിക്ക് കുട്ടിയെ തള്ളിയിട്ടു എന്നാണ് മനസ്സിലാക്കാൻ. അവളുടെ വീട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ കുട്ടി വോളിബോൾ പ്ലെയർ ആണ്, നല്ല കായിക ബലമുള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ ഫ്രണ്ടിൽ നിന്ന് കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഫ്രണ്ടിൽ നിന്ന് ആക്രമിക്കാൻ പോയാൽ അവൾ അടിച്ചിടും. അങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഈ കുട്ടിയെ പുറകിൽ നിന്ന് ആക്രമിച്ച് തള്ളിയിട്ടതാണ്, കൊലപ്പെടുത്തിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടി ബാറിൽ ഇരിക്കുന്ന കണ്ടു, ബാറിൽ പോയിരുന്നു എന്നൊക്കെ ചുമ്മാ അങ്ങ് വിടുവായത്തരം പറയാണ്. കാര്യം സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ബാറിൽ അവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ബാറിൽ CCTV ഉണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എടുക്ക്, എന്റെ കൊച്ചു അതിനകത്ത് പോയതിന്റെ വിഷ്വൽ എടുക്ക്. അങ്ങനെ ഒന്നും കാണിക്കാനില്ല. ചിലപ്പോൾ ഈ പറയുന്ന പയ്യൻ എന്തെങ്കിലും മദ്യം കലക്കി കൊണ്ടുവരികയോ അല്ലെങ്കിൽ ശീതളപാനീയത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. അതും ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ്. എന്ത് തന്നെയായാലും ഈ ഓൺലൈൻ മീഡിയാസ്, മുഖ്യധാര മാധ്യമങ്ങള്, അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിത ജേർണലിസ്റ്റുകൾ ഈ പരിപാടി നിർത്തേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ കൊത്തിവലിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തെ കൂടിയാണ് എന്ന് ചിന്തിക്കണം. അവര് കുഞ്ഞുപോയ വിഷമത്തിലിരിക്കുന്ന മനുഷ്യരെ വീണ്ടും കൊത്തിപ്പറിക്കാതെ അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ, കുറ്റം തെളിയിക്കപ്പെടട്ടെ, ഇവൻ എന്തൊക്കെ പ്ലാൻ ചെയ്താണ് വന്നതെന്ന് പോലീസ് അന്വേഷിക്കട്ടെ. അതിനു മുമ്പ് നമ്മൾ വിചാരണ ചെയ്യാൻ നമ്മളൊരു കോടതികളല്ലല്ലോ. അതെ, തീർച്ചയായിട്ടും.